CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ ആദ്യ ദിനം തനിക്കെതിരെ വന്ന വാർത്തകളോട് കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പ്രതികരിച്ചത് ന്യൂസ് മലയാളത്തോടാണ്. സംഘടനാ റിപ്പോർട്ടിൽ തനിക്കെതിരെ പരാമർശമുണ്ടെന്ന വാർത്ത EP ജയരാജൻ തള്ളിക്കളഞ്ഞു. പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയ വാർത്തയാണ് അത് എന്നും പിന്നിൽ പാർട്ടി വിരുദ്ധ ശക്തികളാണെന്നും EP ജയരാജൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കി എന്നൊരു വാക്ക് സംഘടനാ റിപ്പോർട്ടിൽ ഇല്ല എന്നും EP ജയരാജൻ പറഞ്ഞു. തുടക്കം മുതൽ അദ്ദേഹം ഈ വിഷയത്തിൽ ഈ വാദം തന്നെയാണ് ഉയർത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതാ ഈ സംഘടനാ റിപ്പോർട്ടിൽ ആ പരാമർശം വന്നു എന്ന വാർത്തയ്ക്ക് പിന്നാലെയും അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. മഹേഷ് ചന്ദ്രനോട് EP ജയരാജൻ സംസാരിച്ചു. അതിലേക്ക് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ നമ്മളോടൊപ്പം ചേരുന്നു. സമ്മേളനത്തിലൊരു വികസന നയരേഖ, അതായത് പുതിയ കേരളത്തിൻ്റെ നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന രേഖയാണ് വന്നിരിക്കുന്നത്. അതൊരു തുടർച്ചയായ പ്രക്രിയയാണ്. കഴിഞ്ഞ 23-ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി എറണാകുളത്ത് വെച്ച് ചേർന്ന പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ അന്ന് അവതരിപ്പിച്ച ഒരു രേഖയുടെ ഒരു തുടർച്ചയാണിപ്പോൾ. അതാത് കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ ആകെ അഭിവൃദ്ധിക്ക് വേണ്ടി ഒരു നല്ല കേരളം സൃഷ്ടിച്ചെടുക്കാൻ, ഒരു പുതിയ കേരളം സൃഷ്ടിച്ചെടുക്കാൻ, കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ, കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ നാനാ മേഖലകളിൽ നിർവഹിക്കേണ്ട ദൗത്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു നിരീക്ഷണമാണ് ആ രേഖ. നമ്മൾ സമ്മേളനത്തിൽ വരികയാണെങ്കിൽ അങ്ങേക്കിപ്പം പ്രായം 75 വയസ്സ് തികഞ്ഞിട്ടില്ല, തികയാൻ മെയ് മാസം തികയുന്നു. അപ്പോൾ കമ്മിറ്റി തുടരുമെന്ന് തന്നെയാണോ? അത് വയസ്സിൻ്റെ ഒന്നും ഇപ്പോൾ ഒരു പ്രശ്നങ്ങളല്ല. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നയപരമായ പ്രശ്നങ്ങളാണ്. അതിൻ്റെ ഭാഗമായി പാർട്ടി അംഗീകരിച്ച പൊതു നിലപാട്, പൊതു സമീപനം എല്ലാവരും അംഗീകരിക്കും. അതിന് വേണ്ടി ചോദ്യത്തിൻ്റെ പ്രസക്തിയില്ല. അതെല്ലാവരും സ്വമേധയെ അംഗീകരിക്കുന്നതാണ്. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് അങ്ങേ മാറ്റി എന്ന റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. നേരത്തെ വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതാണ് ഈ വ്യക്തിഹത്യ നടത്താൻ ഏതോ ഒരു കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട്. എൻ്റെ ശ്രദ്ധയിലൂടെ ഈ റിപ്പോർട്ട് അവതരിപ്പിച്ച് ഞങ്ങൾ ഭക്ഷണത്തിന് പിരിയുമ്പോഴേക്കും ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും ഒരു വാർത്ത വന്നത്ര എനിക്ക് നേരെ വിമർശനം. അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടില്ല, എന്ത് വിമർശനം എനിക്ക് നേരെയുള്ളത്? അപ്പോൾ അത് ഒരു പ്ലാൻ ചെയ്ത് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ പാർട്ടി വിരുദ്ധ ശക്തികളാണ്, വലതുപക്ഷ ശക്തികളാണ്. എന്നെ വ്യക്തിഹത്യ നടത്തി അതുവഴി പാർട്ടിയെ ലക്ഷ്യം വെക്കുന്ന പാർട്ടി വിരുദ്ധ ശക്തികളുടെ പ്രചരണ രംഗമാണത്. അതെല്ലാം നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിപ്പോൾ നമുക്ക് വെളിപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് മാത്രമേ ഉള്ളൂ. തികച്ചും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഈ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്? ഒരേ വാർത്ത എല്ലാ മാധ്യമങ്ങളിലും കൊടുത്താൽ ജനകീയ വിശ്വാസം നേടിയെടുക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് അതൊരു ടീം വർക്ക് നടത്തുകയാണ്. ആ ടീം വർക്കിന് മുമ്പിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ മീഡിയാസിൻ്റെ ഏതോ ഒരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിലേക്ക് കൊടുക്കുക, ആ ഗ്രൂപ്പ് ഉടനെ അത് സ്പ്രെഡ് ചെയ്യുക. അതൊരു സംഘടിതമായ പ്ലാനാണ്. അത് ഇന്ന് തുടങ്ങിയതൊന്നുമല്ല, തുടങ്ങിയിട്ട് കുറേ കാലമായി. ഞാനതൊന്നും വലിയ ഗൗരവത്തിലെടുക്കുന്നില്ല. എന്തുകൊണ്ട് മാത്രം അങ്ങേക്ക് മാത്രം എതിര്? അതിനെനിക്കൊരു മറുപടി ഉണ്ട്. എന്നെ തകർത്താൽ അവർക്ക് ഈ പാർട്ടിയെ തകർക്കാനും ഗവൺമെൻറ് തകർക്കാനും ഒക്കെ കൂടുതൽ ഗുണകരമായിരിക്കുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നു. അങ്ങനെ ഒരു പരാമർശം റിപ്പോർട്ടിൽ ഇല്ല എന്നാണോ? അങ്ങനെ ഒരു പരാമർശം ഇല്ല റിപ്പോർട്ടിൽ. തെറ്റായിട്ടുള്ളതാണ്. നീക്കി എന്നുള്ളൊരു വാക്കതിലില്ല. വെറുതെ എന്തെങ്കിലും പറയുകയാണ്. അതാ ഞാൻ പറഞ്ഞ വ്യക്തിഹത്യയും പാർട്ടിയെ തകർക്കലും ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ചില മാധ്യമ കേന്ദ്രങ്ങൾ, അതിനുപയോഗപ്പെടുത്തിക്കൊണ്ട് ചില വലതുപക്ഷ ശക്തികൾ, പാർട്ടി വിരുദ്ധ ശക്തികൾ പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള വാർത്ത കൊടുത്തുന്നേ ഉള്ളൂ.